2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അത്ര മികച്ച തുടക്കമല്ല രാജസ്ഥാൻ റോയൽസിൻ്റേത്. ആദ്യ 3 കളികളിൽ ഒരു ജയം മാത്രമാണ് റോയൽസിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. തുടർച്ചയായ 2 കളികൾ തോറ്റു തുടങ്ങിയ ടീം മൂന്നാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിക്കുകയായിരുന്നു. നിലവിൽ 2 പോയിന്റുമായി ലീഗ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് രാജസ്ഥാൻ ഉള്ളത്. മൂന്നാമത്തെ കളിയിൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ പ്രകടനത്തിൽ പൂർണ്ണമായും തൃപ്തരല്ല എന്ന കാര്യം ഉറപ്പാണ്. പ്രധാനമായും സ്റ്റാർ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ ഫോം ഔട്ട് റോയൽസിന്റെ തലവേദന വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ IPL മെഗാലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് 18 കോടി രൂപയ്ക്ക് നിലനിർത്തിയ ജയ്സ്വാൾ ആദ്യ 3 കളികളിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. 3 കളികളിൽ നിന്ന് 34 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. ടീമിന്റെ തന്ത്രങ്ങളിലെ പ്രധാനികളിൽ ഒരാളാണ് ജയ്സ്വാൾ. അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ അദ്ദേഹം ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടത് രാജസ്ഥാൻ റോയൽസിന് വളരെ അനിവാര്യമായ കാര്യമാണ്. ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 1 റണ്ണിന് പുറത്തായ ജയ്സ്വാൾ KKRനെതിരായ 2ാം മത്സരത്തിൽ 29 റൺസും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ 3ാമത്തെ കളിയിൽ 4 റൺസും മാത്രമാണ് നേടിയത്. ജയ്സ്വാളിന്റെ ബാറ്റിൽ നിന്ന് മികച്ച സ്കോർ എത്താത്തത് ഈ കളികളിലെല്ലാം റോയൽസിന് തിരിച്ചടിയായിട്ടുമുണ്ട്. നിലവിൽ ടീമിന്റെ ഏറ്റവും വലിയ ആശങ്കയും അതുതന്നെയാണ്. ഈ മാസം 5-ന് പഞ്ചാബ് കിങ്സിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം നടക്കാനിരിക്കുന്നത്. ഈ കളിയിലെങ്കിലും ജയ്സ്വാൾ ഫോമിലേക്ക് മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ജയ്സ്വാൾ ഫോമിലെത്താൻ വൈകുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ കിരീട പ്രതീക്ഷകളെയും പ്രതികൂലമായി ബാധിക്കും എന്നുറപ്പാണ്. 2020 മുതൽ രാജസ്ഥാൻ റോയൽസിനായി കളിക്കുന്ന താരമാണ് യശസ്വി ജയ്സ്വാൾ. 2023-ലാണ് താരത്തിന്റെ ഏറ്റവും മികച്ച IPL പ്രകടനം പിറന്നത്. 14 കളികളിൽ 625 റൺസാണ് ആ സീസണിൽ ഈ ഇടംകയ്യൻ ഓപ്പണറുടെ ബാറ്റിൽ നിന്ന് വന്നത്. 2024-ൽ 435 റൺസാണ് അദ്ദേഹം നേടിയത്. എന്തായാലും IPL-ൽ ഇത്തവണ പ്രതീക്ഷിച്ച തുടക്കമല്ല രാജസ്ഥാൻ റോയൽസിൻ്റെതെന്ന് നിസ്സംശയം പറയാം. കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നടന്ന ആദ്യ കളിയിൽ 44 റൺസിന്റെ കനത്ത പരാജയമായിരുന്നു രാജസ്ഥാൻ റോയൽസ് നേരിട്ടത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 20 ഓവറിൽ 6 വിക്കറ്റിന് 286 എന്ന പടുകൂറ്റൻ സ്കോർ നേടിയപ്പോൾ രാജസ്ഥാന്റെ മറുപടി 6 വിക്കറ്റിന് 242-ൽ അവസാനിച്ചു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ 2ാമത്തെ കളിയിൽ 8 വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് തോറ്റത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 20 ഓവറുകളിൽ 9 വിക്കറ്റിന് 151 എന്ന സ്കോർ നേടിയപ്പോൾ KKR 17.3 ഓവറുകളിൽ അനായാസം വിജയലക്ഷ്യത്തിലെത്തി. ചെന്നൈക്കെതിരെ നടന്ന മത്സരത്തിൽ 6 റൺസിന്റെ ത്രില്ലിംഗ് വിജയമാണ് റോയൽസ് നേടിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറിൽ നേടിയത് 9 വിക്കറ്റിന് 182 എന്ന സ്കോറാണ്. പിന്നാലെ ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 വിക്കറ്റിന് 176-ലൊതുക്കി റോയൽസ് 6 റൺസിന്റെ ആവേശ ജയം നേടി. 36 പന്തിൽ 81 റൺസ് എടുത്ത നിതീഷ് റാണയായിരുന്നു ടോപ്പ് സ്കോറർ. 44 പന്തിൽ 63 റൺസ് നേടിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദാണ് ചെന്നൈക്കായി പൊരുതിയത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വനിന്ദു ഹസരംഗ 4 വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയിരുന്നു. ക്യാപ്റ്റൻ റിയാൻ പരാഗ് 28 പന്തിൽ 37 റൺസും സഞ്ജു സാംസൺ 20 റൺസും നേടി. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഖലീൽ അഹമ്മദ്, നൂർ അഹമ്മദ്, മദീഷ പതിരാന എന്നിവർ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. രവീന്ദ്ര ജഡേജ 32 റൺസും നേടിയിരുന്നു. ഇനി സഞ്ജു സാംസന്റെ നായക സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടി കൂടിയാണ് രാജസ്ഥാൻ റോയൽസ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ അവസാന മത്സരത്തിനിടെയായിരുന്നു സഞ്ജു സാംസന്റെ വിരലിന് പരിക്കേറ്റത്. ഇതേ തുടർന്ന് ഓപ്പറേഷന് വിധേയനാവുകയും ചെയ്തു. വിരലിനേറ്റ പരിക്കിൽ നിന്ന് സഞ്ജു പൂർണ്ണമായും സുഖപ്പെട്ടു എന്നാണ് വിവരം. റോയൽസിന്റെ ആദ്യ 3 കളികളിലും അതുകൊണ്ട് തന്നെ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ മാത്രമായിട്ടാണ് സഞ്ജു സാംസൺ കളിച്ചത്. ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് വിക്കറ്റ് കീപ്പറാകാൻ BCCIയുടെ അനുമതി ലഭിക്കാതെ വന്നതാണ് സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിക്കാൻ കാരണം. വെറുമൊരു ബാറ്ററായി മാത്രം കളിക്കാൻ സഞ്ജു തയ്യാറായതോടെ റിയാൻ പരാഗിനെ ആദ്യ 3 മത്സരങ്ങൾക്കുള്ള ടീമിന്റെ നായകനായി രാജസ്ഥാൻ റോയൽസ് നിയമിക്കുകയും ചെയ്യുകയായിരുന്നു.